الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ ഏതു കാര്യം ചെയ്യുമ്പോഴും വിജയിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പരീക്ഷാകാലമാണ്, വിജയിക്കാൻ വേണ്ടിയാണ് പരീക്ഷയ്ക്ക് പോകുന്നതും എഴുതുന്നതുമൊക്കെ. ജീവിത വിജയത്തിനു വേണ്ടിയാണ് രാപ്പകൽ അധ്വാനിക്കുന്നത്. ജീവിതത്തിലെ ഓരോ കാര്യത്തിലും വിജയിക്കണം. ഒരു വില്ലേജ് ഓഫീസിൽ പോയി ഒരു കടലാസ് ശരിയാക്കാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഇത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടായിരിക്കുകയില്ല. ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ, ഏതു കാര്യത്തിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കും. ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയമെന്താണ്? അത് സ്വർഗം നേടുക എന്നുള്ളത് തന്നെയാണ്. ആ സ്വർഗം നേടാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് വേണ്ട ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണമെന്നാണ് ഉണർത്താനുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ റുക്ഉ ചെയ്യുക, നിങ്ങൾ സുജൂദ് ചെയ്യുക, നിങ്ങൾ രക്ഷിതാവിനെ ആരാധിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക. എന്നാൽ എന്ത് സംഭവിക്കും? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. അപ്പോൾ ഈ വിജയത്തിൻ്റെ 4 കാര്യങ്ങൾ പറയുകയാണ്. 1 റുക്ഉ, 2 സുജൂദ്, 3-മത്തേത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, 4-മത്തേത് നന്മയായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ വിജയിക്കുമെന്ന് സൂറത്തു ഹജ്ജിലെ ആയത്തിലൂടെ നമ്മളോട് അല്ലാഹു തആല പറയുകയാണ്. വിജയത്തിൻ്റെ 4 തൂണുകളാണ് സൂചിപ്പിച്ചത്. 1 നമസ്കാരം, റുക്ഊഉം സുജൂദും എന്നാണ് വിശേഷിപ്പിച്ചത്. നമസ്കാരത്തിലെ പ്രധാന 2 കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. നമസ്കാരം ശ്രദ്ധിച്ചവരാണ് നമ്മൾ റമദാനിൽ. അത് വക്ത് നഷ്ടപ്പെടരുത്, അതേപോലെ ജമാഅത്ത് ലഭിക്കണം എന്നൊക്കെ ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച ആളുകളാണ്. ചില ആളുകൾ ആ റമദാനിൽ മാത്രം നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ചെയ്ത് അത് കഴിഞ്ഞ് നമസ്കാരം സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന ഒരു കർമ്മമാക്കി മാറ്റി മുന്നോട്ട് പോകുന്ന ആളുകൾ ഈ ചിലരെങ്കിലും ഇക്കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫി സ്വലാത്തിഹിം ഖാശിഊൻ, ഖുശൂ ഉള്ള നമസ്കാരത്തിൻ്റെ ആളുകൾ. നമ്മുടെ നമസ്കാരത്തിൻ്റെ ഖുശൂവിൻ്റെ അളവെത്രയാണ് നമ്മൾ ചിന്തിക്കണം. ഇസ്ലാം എന്ന കെട്ടിടം നിലനിൽക്കുന്നത് തന്നെ നമസ്കാരത്തിൻ്റെ മേലാണ്. റഅ്സുൽ അംരിൽ ഇസ്ലാം
എല്ലാ കർമ്മത്തിൻ്റെയും തലവൻ ഇസ്ലാമാകുന്നു. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് ഇസ്ലാമികമായിരിക്കണം. അതാണ് തലവൻ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത് അതിൻ്റെ തൂൺ, നെടും തൂൺ നമസ്കാരമാകുന്നു. നമസ്കാരമാകുന്ന തൂണിന് എത്ര ബലമുണ്ടോ ആ ഇസ്ലാമാകുന്ന കെട്ടിടത്തിന് വലിയ വലിയ ശക്തി ലഭിക്കും. ഒരു കെട്ടിടത്തിൻ്റെ തൂൺ തകർന്നാൽ ആ കെട്ടിടം വീണു പോകുന്നത് പോലെ നമസ്കാരമില്ലാത്തവൻ്റെ, നമസ്കാരത്തെ ശ്രദ്ധിക്കാത്തവൻ്റെ, നമസ്കാരം അശ്രദ്ധമാക്കുന്നവൻ്റെ ഇസ്ലാമിക ജീവിതം പോലും തകർന്നടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമസ്കാരത്തെ ഗൗരവപരമായി എടുക്കുകയും നമസ്കാരത്തിൻ്റെ ഏറ്റവും ചെറിയ കാര്യങ്ങളെപ്പോലും ഗൗരവത്തോടുകൂടി വീക്ഷിക്കുകയും ചെയ്യണം. പരലോകത്ത് ചെന്നാൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മം ഏതാണ്? വിചാരണ നാളിൽ ഒരു മനുഷ്യൻ ആദ്യം മറുപടി പറയേണ്ടത് നമസ്കാരത്തെ കുറിച്ചായിരിക്കും. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. അവൻ്റെ കർമ്മങ്ങളിൽ, അന്ത്യനാളിൽ ഒരു അടിമയുടെ കർമ്മങ്ങളിൽ നിന്ന് ആദ്യം വിചാരണ ചെയ്യപ്പെടുക അവൻ്റെ നമസ്കാരമായിരിക്കും. നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കും. അത് നന്നായാൽ അവൻ്റെ എല്ലാതും നന്നായി, അത് മോശമായാൽ എല്ലാം മോശമായി. അതുകൊണ്ട് മുന്നോട്ട് പോക്കിൽ ആ ഒരു ചോദ്യത്തിന് പറയുന്ന ഉത്തരത്തിനനുസരിച്ചായിരിക്കും പിന്നെയുള്ള ഓരോ അടിയും നമ്മൾ വെക്കുമ്പോൾ നമുക്ക് അനുകൂലവും പ്രതികൂലവുമായി മാറുക. വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള വേർതിരിവ് എന്താണ്? നമസ്കാരം ഉപേക്ഷിക്കുന്നതാണ്. എത്രത്തോളം അപകടകരമാണ്! നമസ്കാരം ഉപേക്ഷിച്ചവൻ്റെ വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. ഒരാൾക്കും ശിർക്കിനും കുഫറിനും അവിശ്വാസത്തിനും ഒരാൾക്കും ഇടയിലുള്ള മതിൽ നമസ്കാരം ഉപേക്ഷിക്കലാണ്. ഒരാളെ സത്യവിശ്വാസി എന്ന് വിളിക്കാൻ കഴിയുന്നത് അവൻ നമസ്കാരം 5 നേരം നിലനിർത്തുമ്പോഴാണ്. അവൻ നമസ്കാരം നിലനിർത്തുന്നില്ലെങ്കിൽ അവൻ അവിശ്വാസി എന്ന് വിളിക്കേണ്ടി വരും. അപ്പോൾ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 5 വക്ത നമസ്കാരമാണ്. ഉപേക്ഷിക്കുന്നവർക്ക് കഠിനമായ താക്കീത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നുണ്ട്, ഖുർആൻ നൽകുന്നുണ്ട്. അതിൻ്റെ ഭവിഷ്യത്ത് പറയുന്നുണ്ട്. മൻ തറക സ്വലാത്തൽ അസ്ർ ഫഖദ് ഹബിത അമലുഹു. ആരെങ്കിലും അസർ നമസ്കാരം ബോധപൂർവം ഉപേക്ഷിച്ചാൽ അവൻ്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയി. കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന കാര്യമാണ് ശിർക്ക്. അതേപോലെ തന്നെ ഒരു നേരത്തെ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ്റെ കർമ്മങ്ങൾ മുഴുവൻ പാഴായി പോവും. അള്ളാഹുവിന് മുമ്പുള്ള വിനയമാണ് റുക്കൂ എന്ന് പറഞ്ഞാൽ. സുജൂദ് എന്നാൽ അള്ളാഹുവിനോടുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അഖ്റബു മാ യഖൂലുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരടിമ തൻ്റെ രക്ഷിതാവിനോട് ഏറ്റവും അടുത്തായിരിക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. സുജൂദ് വർദ്ധിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയോട് പറയുകയാണ്. എനിക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം ലഭിക്കണം, താങ്കളുടെ അടുത്തായിരിക്കണം എൻ്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ നീ എന്നെ സഹായിക്കണം. ധാരാളമായി സുജൂദ് ചെയ്തുകൊണ്ട് സുജൂദ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉപയോഗപ്പെടുത്തണം. ഒരു മനുഷ്യൻ ഒരു റക്അത്തിൽ 2 സുജൂദ് ചെയ്യുന്നു. 17 റക്അത്ത് നിർബന്ധ നമസ്കാരവും 12 റക്അത്ത് സുന്നത്ത് നമസ്കാരവും 11 റക്അത്ത് രാത്രി നമസ്കാരവും 8 റക്അത്ത് ദുഹാ നമസ്കാരവും മുഴുവൻ നമസ്കരിക്കുകയാണെങ്കിൽ അത്രയും അവന് കിട്ടും. ചുരുങ്ങിയത് 40-48 റക്അത്ത് നമസ്കരിക്കുമ്പോൾ അവനൊരു 96 സുജൂദെങ്കിലും ലഭിക്കും. സുജൂദിലാണ് അള്ളാഹു അടിമയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. പിശാചിൻ്റെ പരാജയമാണ് നമ്മൾ സുജൂദ് ചെയ്യുക എന്നത്. പിശാചിൻ്റെ പരാജയമാണ്. ഒരു വിശ്വാസി സുജൂദ് ചെയ്യുന്നത് കാണുമ്പോൾ പിശാച് വിങ്ങിപ്പൊട്ടി കരയുമെന്ന് ഹദീസിലുണ്ട്. എന്തിനാ അവൻ കരയുന്നത്? ആദമിൻ്റെ മകൻ സുജൂദിൻ്റെ ആയത്ത് ഓതുകയും സുജൂദ് ചെയ്യുകയും ചെയ്താൽ പിശാച് കരഞ്ഞുകൊണ്ട് മാറി നിൽക്കും. അവൻ പറയും, എൻ്റെ നാശമേ, അവനോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, അവനത് ചെയ്തു. അവന് സ്വർഗമുണ്ട്, എന്നോടും സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, ഞാൻ വിസമ്മതിച്ചു, എനിക്ക് നരകമാണുള്ളത് എന്ന് പറഞ്ഞ് പിശാച് കരയുമെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിന് ആശ്വാസം ലഭിക്കാൻ ഏറ്റവും നല്ല മാർഗം നമസ്കാരമാണ്. റാഹത്ത് ലഭിക്കാൻ, മനസ്സിന് ആശ്വാസവും വിശ്രമവും ലഭിക്കുന്ന കാര്യമാണ് നമസ്കാരം എന്നത്. മക്കയിലെ
മുശ്രിക്കുകളുടെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിന് ഏറെയധികം വിഷമം ബാധിച്ച സന്ദർഭം. അപ്പോൾ അല്ലാഹു ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്? ലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിത്തം നിനക്ക് മനപ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്. അവർ പറയുന്ന ഓരോ വാക്കിലും നിനക്ക് മനപ്രയാസമുണ്ട്. ആകയാൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധി വാഴ്ത്തുക. അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായി തീരുക. വകും മിനസ് സാജിദീൻ, നീ നമസ്കരിക്കുക എന്നാണ് അർത്ഥം. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ശരിയാക്കേണ്ടത് അല്ലാഹുവുമായുള്ള ബന്ധമാണ്. അല്ലാഹുവുമായുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനം നമസ്കാരമാണ്. ഏറ്റവും വലിയ ദുആയാണ് നമസ്കാരം. ഏറ്റവും വലിയ ഇബാദത്താണ് നമസ്കാരം. നമസ്കാരം എന്നത് ഒരു 5 മിനിറ്റ് നീളുന്ന ഒരു ചടങ്ങല്ല, മറിച്ച് അത് നമ്മുടെ വിജയത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള പ്രവർത്തനമാണ്. നമ്മുടെ നമസ്കാരത്തിൻ്റെ ഖുശൂഅ് അതിനെ പരിശോധിക്കും. അതിനനുസരിച്ചാണ് അതിൻ്റെ പ്രതിഫലം നിശ്ചയിക്കുക. നമസ്കാരം അല്ലാഹുവും വിശ്വാസിയും തമ്മിലുള്ള അഹദാണ്, കരാറാണ്. ആ കരാറ് ലംഘിക്കുന്നത് വലിയ ദ്രോഹമാണ്. നമ്മളെ സൃഷ്ടിച്ച നാഥൻ, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും തന്ന നാഥൻ, ആ നാഥൻ തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ് 5 വക്ത നമസ്കാരം. ആ നമസ്കാരത്തെ ആ രൂപത്തിൽ കാണാൻ നമുക്ക് സാധിക്കണം. കേവലം നിസ്കരിക്കുക എന്നതല്ല, മറിച്ച് എന്ത് ചെയ്യണം? കൃത്യസമയത്ത് നമസ്കരിക്കുക, മനസ്സിൽ തട്ടി നമസ്കരിക്കുക, ഭയത്തോടുകൂടി നമസ്കരിക്കുക. നമസ്കാരം എന്താണ്? അസ്വലാത്തു നൂറുൻ, നമസ്കാരം പ്രകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൻ്റെ ഇരുട്ടുകളിൽ നിന്ന് നമുക്കത് വഴികാട്ടും. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാറി ചിന്തിക്കേണ്ട ഒരാൾക്ക് ആദ്യം തുടങ്ങേണ്ട കർമ്മം, ആദ്യം ശരിയാക്കേണ്ട കർമ്മം, ആദ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ട കർമ്മം നമസ്കാരമാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം ആ ആയത്തിൽ പറഞ്ഞത് ആരാധനയിൽ മുഴുകുക എന്നതാണ്. ജീവിതം അല്ലാഹു നൽകിയ ഇത് തന്നെ ഇബാദത്ത് നടത്തുവാനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദുൻ. അല്ലാഹുവിനെ ആരാധിക്കുവാനല്ലാതെ ജിന്നിനെയും ഇൻസിനെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ജിന്നുകളെയും മനുഷ്യരെയും അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. പ്രപഞ്ചനാഥൻ്റെ ദാസനായിരിക്കുക. ഞാൻ ഇന്നയാളുടെ പണിക്കാരനാണ്, തൊഴിലാളിയാണ്, ഞാൻ ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ടാഗാണ് എൻ്റെ കഴുത്തിലിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അഭിമാനം കൊള്ളാറുണ്ടല്ലോ. അതിനേക്കാൾ 1000 കോടി ഇരട്ടി അഭിമാനമാണ് ഞാൻ അല്ലാഹുവിൻ്റെ ദാസനാണ്, ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണ്, അവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവനാണ്, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവനാണ്, അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവനാണ്, അനുധാവനം ചെയ്യുന്നവനാണ്, അങ്ങുന്നിൻ്റെ കർമ്മം അനുകരിക്കുന്നവനാണെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങേയറ്റത്തെ അഭിമാനം വേണം. മുസ്ലിമാണെന്ന് പറയാൻ അങ്ങേയറ്റത്തെ അഭിമാനം നമുക്ക് വേണം. എന്താണ് ആരാധന? ഇബാദത്തിനെ കുറിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുന്നു, അൽ ഇബാദത്തു ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുല്ലാഹു വയർളാ മിൻ അഖ്വാലി വൽ അഅമാലി വല്ലാഹിറതി വൽ ബാത്തിന. അല്ലാഹു ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ എല്ലാ വാക്കുകളെയും പ്രവർത്തികളെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുനാമമാണ് ഇബാദത്ത്. എങ്ങനെ? അല്ലാഹു ഇഷ്ടപ്പെടുന്നത്, അല്ലാഹു തൃപ്തിപ്പെടുന്നത്, അങ്ങനെയുള്ള എല്ലാ വാക്കുകളെയും പ്രവർത്തികളെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുനാമമാണ് ഇബാദത്ത്. അത് പുറമെ കാണുന്നതാകട്ടെ, നമസ്കാരം സ്വതക്ക പോലെയുള്ളതാകട്ടെ, അല്ലെങ്കിൽ ഹൃദയത്തിനകത്തുള്ള സ്നേഹം, ഭയം, പ്രതീക്ഷ എന്നിവയാകട്ടെ, എല്ലാം ഇബാദത്താണ്. ഒരു കർമ്മം ഇബാദത്തായി മാറണമെങ്കിൽ 3 കാര്യങ്ങൾ സമ്മേളിച്ചിരിക്കണം. ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ ഒന്നെന്താണ്? കമാലുൽ മഹബ്ബ, പൂർണ്ണമായ സ്നേഹം. നമുക്ക് ശ്വാസം തന്ന, നമുക്ക് ഭക്ഷണം തന്ന, നമുക്ക് ശരീരം തന്ന, ഉമ്മയെ തന്ന, ഉപ്പയെ തന്ന ഈ ഭൂമിയെ ആവാസയോഗ്യമാക്കിയ അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുക, അള്ളാഹുവിനോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരിക്കുക, അവന് വേണ്ടി തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക, അവന് വേണ്ടി നന്മയിലേക്ക് അടുക്കുക, അവൻ്റെ തൃപ്തി മാത്രം ജീവിതത്തിലെ ഏറ്റവും വലിയ അജണ്ടയായി എടുക്കുക. ആ പൂർണ്ണമായ സ്നേഹം അള്ളാഹുവിനോട് വേണം. കമാലിൽ ഖൗഫ്, പൂർണ്ണമായ ഭയം വേണം.
അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച്, അവൻ്റെ പ്രീതി നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഭയക്കണം. അവൻ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് നമ്മുടെ ജീവിതം ദൗർഭാഗ്യകരമായിരിക്കും എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ ആരാധനയുടെ വശം കമാലിർ റജാ, പൂർണ്ണമായ പ്രതീക്ഷ. അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിലും കാരുണ്യത്തിലും പ്രതീക്ഷ അർപ്പിക്കണം. അള്ളാഹു എനിക്ക് പ്രതിഫലം തരും, അള്ളാഹു എനിക്ക് കാരുണ്യം നൽകും, അള്ളാഹു കഴിഞ്ഞ ജീവിതത്തിൽ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾക്ക് പ്രതിഫലം തരും, ഞാൻ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് പ്രതിഫലം തരും, ഞാൻ ചെയ്ത നന്മകൾ അള്ളാഹു തആല സ്വീകരിക്കുമെന്ന ഒരു പ്രതീക്ഷാ നിർഭരമായ മനസ്സ്. ഈ മൂന്ന് മനസ്സും അള്ളാഹുവിനോടുണ്ടാകുമ്പോഴാണ് ഒരു കാര്യം ആരാധനയായി മാറുക. അപ്പോൾ ഇബാദത്തിൽ നിന്ന് പഠിക്കേണ്ടത് എന്താ? നാവ് കൊണ്ട് സത്യം പറയുന്നത്, അള്ളാഹുവിനെ സ്മരിക്കുന്നത് ഇബാദത്താണ്. കാരണം അത് രണ്ടും അള്ളാഹുവിന് ഇഷ്ടമാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവോടുള്ള സ്നേഹവും തവക്കുലും അഥവാ ഭരമേൽപ്പിക്കലും സ്നേഹവും അത് നമ്മുടെ ഇബാദത്തിൻ്റെ ഭാഗമാണ്. മാതാപിതാക്കളെ സേവിക്കുന്നതും അയൽവാസിയോട് കരുണ കാണിക്കുന്നതും അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചാണെങ്കിൽ അതും ഇബാദത്താണ്. പോരാ, നമ്മുടെ ജോലിയും കച്ചവടവും ഹലാലായ രീതിയിൽ നിർവഹിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണെങ്കിൽ അതും ഇബാദത്താണെന്ന് മനസ്സിലാക്കണം. നമസ്കാരം മാത്രമല്ല, നമ്മുടെ നോമ്പും സദഖയും ഹജ്ജും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന് വേണ്ടിയുള്ള ആരാധനയാക്കി മാറ്റണം. ഓരോ കാര്യവും, ഒരു പുഞ്ചിരി പോലും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണെങ്കിൽ അത് ഇബാദത്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് മുൻഗണന നൽകുക. ദാസന്മാരെങ്ങനെയാണ്? യജമാനൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും, ദാസന്മാരുടെ ഇഷ്ടം നോക്കുകയില്ല. അടിമകളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുക, ഉടമസ്ഥൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. ഉടമസ്ഥൻ ഇവിടേക്ക് അയച്ച സന്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കണം, വഹീനനുസരിച്ച് പ്രവർത്തിക്കണം. ആരാധനകൾ മനുഷ്യന്റെ ആത്മാവിന് ശാന്തി നൽകും. ദുനിയാവിലെ പ്രയാസങ്ങൾക്കിടയിൽ മനസ്സിന് അങ്ങേയറ്റത്തൊരാശ്വാസം ലഭിക്കാനുള്ള ഏക വഴി അള്ളാഹുവിനെ കൃത്യമായി ആരാധിക്കുക, നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. അലാ, അറിയുക, ബിദിക്രില്ല തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടല്ലാതെ ഒരാൾക്കും സമാധാനം ലഭിക്കുകയില്ല. എന്ത് പ്രവർത്തിക്കുമ്പോഴും അതിൽ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക. സാന്ദർഭികമായ പ്രാർത്ഥനകൾ ജീവിതത്തിൽ പതിവാക്കുക. രാവിലെ ചൊല്ലേണ്ട അദ്കാറുകൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക, വൈകുന്നേരം ചൊല്ലേണ്ട അദ്കാറുകൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക, വൈകുന്നേരം ചൊല്ലേണ്ട സൂറത്തുകൾ ചൊല്ലുക. ഓരോന്നിൻ്റെയും സുന്നത്ത് പാലിക്കുമ്പോൾ ആ സമയത്തൊക്കെ അള്ളാഹുവിനെ ഓർത്തു മുന്നോട്ട് പോകുന്ന ആളുകളായി തീരും. മൂന്നാമത്തെ കാര്യം എന്താണ്? നന്മ പ്രവർത്തിക്കുക. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാനുള്ള കാരണം അതാണ്. നിങ്ങൾ ഇഹ്സാനുള്ളവരായിരിക്കണം, ഇഹ്സാനോടുകൂടി നല്ലത് പ്രവർത്തിക്കണം. നന്മ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു കാണുന്നുണ്ടെന്ന വിചാരത്തോടുകൂടി, അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ടെന്ന വിചാരത്തോടുകൂടി, അള്ളാഹു തആല അറിയുന്നുണ്ടെന്ന് അള്ളാഹുവിൻ്റെ മലായികത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, ആ മലക്കുകൾ കാണുന്നുണ്ടെന്ന രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് യഥാർത്ഥത്തിലുള്ള ഇഹ്സാൻ. ആ ഇഹ്സാനിനെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കാൻ സാധിക്കണം. ചെറിയ നന്മയും കണക്കിലെടുക്കപ്പെടും, നന്മയ്ക്ക് വലിപ്പമില്ല. അത് ചെയ്യാനുള്ള മനസ്സിനെയാണ് അള്ളാഹു നോക്കുന്നത്. ഒരു മിത്കാല ദർറത്ത്, അണുമണി തൂക്കം നന്മ ചെയ്താൽ നാളെ പരലോകത്തുണ്ടായിരിക്കും. സൃഷ്ടികളോടുള്ള കരുണ ഏറ്റവും പ്രധാനമാണ്. അതാണ് നന്മയിൽ ഏറ്റവും വലുത്. സൃഷ്ടികളോട് നന്മ കാണിച്ചാലേ സൃഷ്ടാവിൻ്റെ കരുണ ലഭിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇർഹമൂ, നിങ്ങൾ കരുണ കാണിക്കണം. മൻ ഫിൽ അർദ്, ഈ ഭൂമിയിലുള്ളവരോട്. യർഹമുകും മൻ ഫിസ് സമാ, അപ്പോൾ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. ആകാശത്തുള്ള റബ്ബുൽ ഇസ്സത്തിന്റെ അർഹമുർ റഹീമീനിന്റെ കരുണ നമുക്ക് ലഭ്യമാകണോ? ഈ ലോകത്തെ മുഴുവൻ വസ്തുക്കളോടും കരുണ ചെയ്യണം. ഒരു മിമ്പർ കരഞ്ഞപ്പോൾ ആ മിമ്പറിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചവനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് മല എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ നമ്മെ ഇഷ്ടപ്പെടുന്നു, ഉഹദിനെ ഞാനും ഇഷ്ടപ്പെടുന്നു. ആ കല്ല് കൂട്ടിവെച്ച ആ മലയെപ്പോലും അള്ളാഹു
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നുണ്ട്. അവർ അങ്ങേയറ്റത്തെ കാരുണ്യം ആ വസ്തുക്കളോടൊക്കെ നമുക്ക് വേണം. ഏറ്റവും ഉത്തമമായ നന്മ ഏതാ? ഏറ്റവും ഉത്തമമായ നന്മ നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്. മനുഷ്യരിൽ ഏറ്റവും ഉത്തമ മനുഷ്യൻ, ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യും, മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവൻ. മനുഷ്യർക്ക് ഉപകാരം ചെയ്യണം. ഒരു കല്ല് കണ്ടാൽ വഴിയിൽ വെച്ചൊരു കല്ല് കണ്ടാൽ അതിലൊരു ബൈക്ക് തട്ടി വീഴാതിരിക്കാൻ വേണ്ടി അതെടുത്തിടുന്നവൻ, ഒരു വരി തിരിക്കുന്നവൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നവൻ, ഒരു കാര്യം ചാടിപ്പോയാൽ അതെടുത്ത് ഇത് താങ്കളുടേതാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നവൻ, ജനങ്ങൾക്ക് ഉപകാരമുള്ളവരായി മാറണം. അള്ളാഹുമായുള്ള ബന്ധം മാത്രം പോരാ, മനുഷ്യരോടും സഹജീവികളോടും നന്മ ചെയ്യണം. ഒരു പുഞ്ചിരി നൽകുന്നത് മുതൽക്ക് വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതും അവരുടെ പ്രയാസത്തിൻ്റെ കൂടെ നിൽക്കുന്നതും എല്ലാം നന്മയാണ്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവനാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിമ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ അള്ളാഹുവുമായുള്ള ബന്ധവും നമ്മുടെ പ്രകൃതിയുമായുള്ള ബന്ധവും നന്മ കൊണ്ടുള്ള ബന്ധിതമായ ഒരു മനസ്സുമില്ലെങ്കിൽ പൂർണ്ണമായി വിജയിച്ച് നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആളുകളിൽ പെടാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈമാനോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്ത് ഇഖ്ലാസോടുകൂടി ജീവിച്ച് ഇഹ്സാനോടുകൂടി നന്മകൾ ജീവിതത്തിലെമ്പാടും ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുനിയാവിലെ വിജയമല്ല യഥാർത്ഥ വിജയം. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പരലോകത്ത് മരണാനന്തരമായ ശാശ്വതമായ വിജയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഭൗതിക നേട്ടങ്ങൾ വെച്ച് ലക്ഷ്യം വെച്ച് ഓടുന്നവർക്ക് ഈ ആയത്തൊരു തിരുത്താണ്. റുക്കൂ ചെയ്യണം, സുജൂദ് ചെയ്യണം, നന്മ ചെയ്യണം, അള്ളാഹുവിനെ ആരാധിക്കണം. ഈ 4 കാര്യം ജീവിതത്തിലുണ്ടായാൽ അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ജീവിതമായി തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുകയും അള്ളാഹുവിനെ നമ്മൾ തൃപ്തിപ്പെടുകയും ചെയ്ത് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എൻ്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂ, എൻ്റെ നല്ല അടിയാന്മാരുടെ കൂട്ടത്തിലാവൂ എന്ന് പറയുന്ന ഒരു വിളിയാളം വരുന്ന മരണസമയം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആളുകളാണ് സൗഭാഗ്യവാന്മാർ. 4 കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നാം പരിശ്രമിക്കണം. 1, അള്ളാഹുവിൽ വിനയാന്യതരായി റുക്കൂ ചെയ്യുക. 2, സുജൂദുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക. 3, എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടിയാക്കുകയും ആരാധനയാക്കി മാറ്റുകയും ചെയ്യുക. 4, ലോകത്ത് നന്മയുടെ അടയാളങ്ങൾ ബാക്കി വെച്ച് കടന്നു പോവുക. ഈ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വേണം. ഏത് സമയത്താണ് മരണം വന്ന് നമ്മളെ മൂടുകയെന്നറിയില്ല. മരിക്കുന്ന സമയത്ത് കൂടുതൽ നന്മ ചെയ്തവരായി, തിന്മയിൽ നിന്ന് പരമാവധി വിട്ടുനിന്നവരായി, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി, അള്ളാഹുവിൽ പ്രതീക്ഷിക്കുന്നവരായി, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായി, അള്ളാഹുവിനെ ആരാധിക്കുന്നവരായി, നമസ്കാരത്തെ ശ്രദ്ധിക്കുന്നവരായി ജീവിച്ച് മുന്നോട്ട് പോയി ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.